മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ ജൂലൈ 21 ഞായറാഴ്ച കരിദിനം ആചരിക്കും. മറ്റു ദേവസ്വം ബോർഡുകളിലേതുപോലെ ഏകീകൃത നിയമം വേണമെന്ന് കോടതി വിധി വന്നിട്ട് 30 വർഷമായിട്ടും ജീവനക്കാർ നേരിടുന്ന അവഗണനയ്ക്കെതിരെയാണ് സമരം. മലബാറിലെ ക്ഷേത്രങ്ങളിൽ മറ്റു ദേവസ്വം ബോർഡുകളിലേതുപോലെ ഏകീകൃത നിയമം കൊണ്ടുവരണമെന്ന ഹൈക്കോടതി വിധി 30 വർഷമായിട്ടും നടപ്പായിട്ടില്ല. ഒരു മേഖലയിൽ വ്യത്യസ്ത നിയമവും നീതിയും നടപ്പാക്കുന്നതിനെതിരെയായിരുന്നു കോടതി വിധി. ഇതിനുശേഷം മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റു ദേവസ്വം ബോർഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സേവന വേതന വ്യവസ്ഥയിൽ വലിയ അന്തരമാണ് മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. കോടതി വിധി വന്ന് 30 വർഷം തികയുന്ന ജൂലൈ 21 ക്ഷേത്ര ജീവനക്കാർ അവഗണനയ്ക്കെതിരെ കരിദിനമായി ആചരിക്കുവാൻ ക്ഷേത്ര ജീവനക്കാരുടെ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചതായി കൺവീനർ വി ശ്രീനിവാസൻ പറഞ്ഞു. ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ അവസ്ഥയാണ്. അവർക്ക് ശമ്പളം 2-3 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുന്നത്. എന്നാലോ ഓരോരാളെ 8 മണിക്കൂർ ജോലി ചെയ്യണം. പിന്നെ പട്ടാള ചിട്ട എന്ന് പറയും, ആ ചിട്ട അടിച്ചേൽപ്പിക്കുക. അതുകൊണ്ട് ശാന്തിക്കാരെയും കഴക്കാരെയും ഒന്നും കിട്ടാണ്ട് വിഷമിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അത് മനസ്സിലാക്കും. അവസാനമായി മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടപ്പം അവിടെയും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അവിടെയും പിന്നെ ഉള്ളിലുള്ള ജീവനക്കാർക്ക് മാത്രം ലീവ് എന്ന് പറയുന്നത് അത് ശരിയല്ല. എല്ലാവർക്കും കിട്ടണം. പുറമേ ആയാലും ഉള്ളിലായാലും പിന്നെ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. തിരുവിതാംകൂർ കൊച്ചിയിലും പിന്നെ ബോർഡ് ഓഫീസിലും താഴെയൊക്കെ ഒരേ ബോർഡ് സ്റ്റാഫാണ്. ഇവിടെ അതില്ല. ഇവിടെ ഗ്രേഡ് തിരിച്ചിട്ടാണ് ശമ്പള സ്കെയിൽ. ഗ്രേഡ് തിരിച്ച് ക്ഷേത്രങ്ങളുടെ ഗ്രേഡ് തിരിച്ചിട്ട് ശമ്പള സ്കെയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പിന്നെ കോടതി പറഞ്ഞത് തിരുകൊച്ചി സമാനമായ സേവന വേതന വ്യവസ്ഥ ഇവിടെ കിട്ടണമെന്നാണ്. ആ വ്യവസ്ഥ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അതിൽ വെള്ളം ചേർത്തിട്ടാണ് പിന്നെ 96-ലും 2003-ലും 2009-ലും ശമ്പള പരിഷ്കരണം വന്നത്. ഇവിടെ ശമ്പള പരിഷ്കരണം തന്നെ പിന്നെ വളരെ വൈകി. 5 കൊല്ലം എന്നുള്ളത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത്. അത് തന്നെ കൊടുക്കാണ്ട് അതിൽ അനോമലി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഇപ്പം 3.5 കൊല്ലം അങ്ങനെ ഉരുട്ടുകയാണ്. ആകെ ക്ഷേത്ര ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ശമ്പളമാണ്. അതിന് മര്യാദയ്ക്ക് കിട്ടാതെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം മലബാറിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരുന്ന ജൂലൈ 21 ഞായറാഴ്ച പിന്നെ കോടതി സ്വന്തം എടുത്ത് വിധിച്ച് 30 വർഷം തികഞ്ഞതിൻ്റെ വാർഷികത്തിൽ ഇതിൻ്റെ ചെയ്യാത്തതിൻ്റെ ഭരണകൂടം അത് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് എല്ലാവരും കറുത്ത ബാഡ്ജോ കറുത്ത ഇതോ പിന്നെ വസ്ത്രം ധരിച്ചോ പ്രതിഷേധം അറിയിക്കുകയും പിറ്റേ ദിവസം വർക്കിംഗ് ഡേ സിവിൽ സ്റ്റേഷന് മുമ്പിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഒരു ധർണ, ഒരു വളരെ നമ്മളെ പരിതാപകരമായ അവസ്ഥ സമൂഹത്തിന് അറിയിക്കുന്ന രീതിയിലുള്ള ഒരു സമര പരിപാടി നടത്താനാണ് ഉദ്ദേശം. കൂടാതെ ജൂലൈ 22 കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ ക്ഷേത്ര ജീവനക്കാർ പ്രതിഷേധ സമരം നടത്തും. CCN കടമ്പഴിപ്പുറം.